എപ്പോഴും ഞാൻ ഡെസേർട്ടിൻ്റെയോ സ്വീറ്റ്സിൻ്റെയോ ഒക്കെ വീഡിയോ ഇടുന്ന സമയത്ത് അതിലൊരു കമൻറ്റെങ്കിലും വരാറുണ്ട് കേട്ടോ. അൺഹെൽത്തി ആണ്, ഷുഗറാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു ഡെസേർട്ടാണ്, മധുരമുള്ള ഡെസേർട്ട് തന്നെയാണ്, എന്നാൽ ഹെൽത്തിയും ആണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/3 കപ്പ് ഓട്സ് ഈ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 ടേബിൾ സ്പൂൺ ഓട്സ് ആണ് കേട്ടോ ഉള്ളത്. ഇനി ഇതേ അളവിൽ തന്നെ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച ചൂടുള്ള പാൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു അളവിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/3 കപ്പ് പാൽ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. ഈ ഒരു ഓട്സ് ഒന്ന് ചൂടുള്ള പാലിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. ഇനി മധുരത്തിനായിട്ട് ഡേറ്റ്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇപ്പോൾ 3 ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 4 ഡേറ്റ്സ് എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്കും ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഓരോ ഡേറ്റ്സിനനുസരിച്ചിട്ട് അതിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും കേട്ടോ, ആ ഒരു ഡേറ്റ്സിൻ്റെ മധുരമൊക്കെ അനുസരിച്ചിട്ട്. ഇനി ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല ഹാർഡായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഇട്ട് വെക്കുക, സോഫ്റ്റ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഓട്സ് കുതിരാൻ വെച്ചിട്ടിപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓട്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഡേറ്റൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കഴിക്കാൻ ഒരു ക്രേവിങ്സ് ഒക്കെ തോന്നുന്ന സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ഡേറ്റ്സ് ഉണ്ടല്ലോ, ആ ഒരു ഡേറ്റ്സിൻ്റെ പേസ്റ്റും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു നുള്ളു ഉപ്പും ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക, ഒരു മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റാഗി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് റാഗി പൗഡറൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ എന്തെങ്കിലും ചേർത്താൽ ബേക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സ്റ്റീമർ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതാ ഇതുപോലെ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ സിലിക്കൻ്റെ മോൾഡ് ഉണ്ടായതുകൊണ്ട് അതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് മതി കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് 6 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ അങ്ങ് കിട്ടും കേട്ടോ. സിലിക്കൻ്റെ മോൾഡ് ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതും നമ്മൾ മധുരമൊന്നും ചേർക്കാതെ, അതായത് ഷുഗർ ചേർക്കാതെ മധുരമുള്ള ഒരു ചോക്ലേറ്റ് സോസാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നമ്മൾ ഒരു ഡേറ്റ്സിൻ്റെ പേസ്റ്റ് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. ഒന്നങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ഇതുപോലെ കുറച്ച് ഡേറ്റ്സിൻ്റെ പേസ്റ്റൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു തിക്കായിട്ട് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. എത്രത്തോളം നമുക്ക് സോസിന് ലൂസ് വേണോ അതിനനുസരിച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ അങ്ങ് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോസും റെഡിയായി. ഇനി നമുക്ക് ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടോ തണുപ്പിക്കാതെയോ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇടയ്ക്ക് സ്വീറ്റ്സും അതുപോലെ ഡെസേർട്ടോ അങ്ങനെ ചോക്ലേറ്റിൻ്റെ ക്രേവിങ്സൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ ട്രൈ ആക്കി നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്